അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമലാദാസിൻ്റെ മിഡിൽ ഏജ്, മധ്യവയസ്സ് എന്നുള്ള മലയാളത്തിൽ വേണമെങ്കിൽ അർത്ഥം വെക്കാവുന്ന ഒരു മനോഹരമായിട്ടുള്ള, വളരെ അർത്ഥവത്തായിട്ടുള്ള, വളരെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള, ഒരു ഡീപ്ലി മീനിങ്സ് ഉള്ള ഒരു ചെറിയ കവിതയാണ്. അതിലെ ഡയറക്റ്റ് കവിത ഇവിടെ വായിക്കാം. നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക്, സമ്മറിയിലേക്ക് പോവുകയാണ്. ഇതിലെ നറേറ്റർ ഒരു അമ്മയാണ്. അവൾക്കൊരു അഡോളസൻ്റ് ആയിട്ടുള്ള 12 മുതൽ 19 വയസ്സിനിടയിൽ പ്രായമുള്ളൊരു മകനുണ്ട്. ആ മകൻ അമ്മയുടെ സ്നേഹത്തിൻ്റെയും പരിരക്ഷയുടെയും കുക്കോണിൽ നിന്ന് പറന്നകലുന്ന, അല്ലെങ്കിൽ പറന്ന് ലോകം കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ചിത്രശലഭമായിട്ടാണ് മകനെ ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നത്. അവൻ അമ്മയുടെ സ്നേഹത്തിൻ്റെ കരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആവശ്യമില്ല. അമ്മയുടെ സ്നേഹത്തിൻ്റെ മധുരം നുകരുന്ന ചായയും അതുപോലെ തന്നെ അമ്മയുടെ കരുത്തുറ്റ കൈകൾ കൊണ്ട് അയേൺ ചെയ്യുന്ന ക്ലോത്തിങ്ങുമൊന്നും, ഡ്രസ്സുകളൊന്നും അവനക്ക് ആവശ്യമില്ല. പണ്ട് അമ്മയെ കണ്ട പോലെയല്ല അവനിപ്പോൾ അമ്മയെ കാണുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണ്, സമീപനമാണ് അമ്മയോട് ഇപ്പോൾ നടത്തുന്നത്. ഒരു സ്റ്റേൺ ആയിട്ടുള്ള, അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഡിമീനറാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അമ്മ അവൻ്റെ ചെറുപ്പകാലത്തെ, പഴയ കാലത്തെ ഓർത്തെടുക്കുന്നത്. അവൻ വളരെ ഉത്സാഹത്തോടെ കളിച്ചു നടക്കുന്നതും അമ്മ മനസ്സിലോർക്കുന്നു. പക്ഷേ ഇപ്പോൾ മകന് അമ്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി അവന് തീരെ സമയമില്ല. പക്ഷേ ഇപ്പോഴാണ് അമ്മയ്ക്ക് അവൻ്റെ ആവശ്യമുള്ളത്. അമ്മയ്ക്ക് അവനെക്കൊണ്ട് സഹായം ലഭിക്കേണ്ട സമയം ഇപ്പോഴാണ്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അമ്മ അവൻ്റെ പഴയ കാല പുസ്തകങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച, അവന് വേണ്ടി വാങ്ങിച്ച, അവൻ്റെ ഉപയോഗിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഒരു തേങ്ങിക്കരയുകയാണ്. വളരെ നിശബ്ദമായി തേങ്ങിക്കരയുകയാണ്. അവൾ ആ പഴയ സന്തുഷ്ടമായ ദിനങ്ങൾ, ആനന്ദത്തിൻ്റെ ദിനങ്ങൾ തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആശിക്കുകയാണ്. പക്ഷേ അവളുടെ ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ അവൾ മകനെ മീറ്റ് ചെയ്യുമ്പോൾ, മകനെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ മകനടുത്തെത്തുമ്പോൾ തകരുകയാണ്. അമ്മ ഇത്രയും കാലം ജീവിച്ചത് ഒരു സ്വപ്ന ലോകത്താണ് എന്നവൻ പറയുന്നു. എന്നിട്ട് ഒരു പുച്ഛമനോഭാവത്തോടെ, ഒരു ദേഷ്യത്തോടെ, അമ്മേ, ഇപ്പോൾ അമ്മയ്ക്ക് ഉണരാൻ സമയമായി, ഇത് അമ്മയുടെ സ്വപ്നലോകത്തിൽ നിന്ന് ഉണരാനുള്ള സമയമാണ് എന്നവൻ ക്രോശിക്കുകയാണ്. ഈ ഒരു പോയം അമ്മയുടെ ഏകാന്തതയുടെയും സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും എല്ലാം രൂപങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ റീഡേഴ്സിന് കാണിച്ചു തരുന്ന ഒരു പോയമാണ്. ഇത് മനുഷ്യബന്ധങ്ങളിലുള്ള സ്നേഹത്തിൻ്റെ അഭാവം കാണിക്കുന്നു. ഈ സെൽഫിഷായിട്ടുള്ള, ഞാനെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരുള്ള ലോകത്ത് ഒരു അമ്മയുടെ അവസ്ഥ ഇവിടെ കാണിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരമ്മയായി ജീവിക്കാൻ കഴിയില്ല. ഒരമ്മ എന്നുള്ള ഒരു വാക്കിന് അർത്ഥമില്ല എന്ന് കൂടി കവിത പറഞ്ഞു വെക്കുന്നു. ഇത് കേവലം ഒരു അമ്മയുടെ കഥയല്ല, മറിച്ച് ഒരുപാട് അമ്മമാരുടെ കഥയാണ്. കമലാദാസിൻ്റെ മിഡിൽ ഏജ് എന്നുള്ള കവിത ഒരു അമ്മയുടെ അഗണി, അമ്മയുടെ സിറ്റുവേഷൻ, ഫ്ലൈറ്റ്, അതുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഒരമ്മ തൻ്റെ മക്കൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? ആ അമ്മയുടെ സിറ്റുവേഷൻ എന്താണ്? മകൾ തന്നെ ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ തന്നെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇവിടെ പറയുന്നു. ഇതിലെ ഈ പോയത്തിലെ സ്പീക്കർ ആരാണ്? ഒരു അമ്മയാണ്. നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു അമ്മയാണ്. അവൻ ഈ ലോകത്തെ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ അമ്മയെ മറക്കുന്നു. അത്രയുമുള്ളൂ.